നമസ്കാരം. എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഒന്നിലധികം സുഹൃത്തുക്കളുടെ ഒരു ചോദ്യമുണ്ട്. കൂലിക്കൈ ചെയ്യുന്ന വീഡിയോട് പലരും വേദനിപ്പിക്കുന്നു. പൈസ തരാനുള്ളവരെ കണക്കുകളൊക്കെ പറയുന്നതും പൈസയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം വേദനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് രണ്ടുപേരോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് വേദനിക്കാറുണ്ടോ? ഇല്ല. അതെന്താ? നമ്മൾ തമ്മിൽ അത് നടത്താത്തതുകൊണ്ടല്ലേ. ഇനി നടത്തിയാൽ തന്നെ എങ്ങനെ നടത്തണം, കറക്റ്റായിട്ട് നടത്തുന്നവർക്ക് വേദനിക്കുമോ? അതേണ്ട, ഈ ലെറ്റർ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നിങ്ങൾ. ഇത് എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ടായിരുന്നു ഇബ്രയിൽ. 18 വർഷം അദ്ദേഹം നാട്ടിൽ പോയിട്ട്, പേര് കുമാർ എന്നാണ്, ഞണ്ടൂർകോണം സ്വദേശിയാണ്. ഇവിടുത്തെ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്തൊരു സാധാരണ മനുഷ്യനായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം ചെയ്ത കണക്കുകൾ, ഞാൻ ഏൽപ്പിച്ച പൈസയും കടമേടിച്ച പൈസയും ഒക്കെ അദ്ദേഹം എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നുള്ളത് ആ ലെറ്ററിൻ്റെ ഏറ്റവും അടിവര ഞാൻ അതിൽ വരച്ചിട്ടേക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കുയിലിന് ഇനി തരാനുള്ളത് 3 റിയാൽ 500 പൈസയാണ് എന്ന് അക്കത്തിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു, സുധീഷ് തരാനുള്ള 45 റിയാൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാനാണ്? കാരണം പല പ്രാവശ്യം ചോദിച്ചു എന്നാണ് അതിന് അർത്ഥം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് കേട്ടോ, ബുദ്ധിമുട്ടുള്ള ചില മനുഷ്യരുണ്ട്. നമ്മളോട് കടം പറയും, മേടിച്ചിട്ട് തിരിച്ചു തരാൻ സാധിക്കത്തില്ല, കുറേ അവധി നീണ്ടുപോകും. അപ്പോൾ അതല്ലാണ്ട് പണം കടം മേടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന, സൂഹിച്ച് നടക്കുന്നവരെ കുറിച്ചിട്ട് ഞാൻ പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു തരണം കറക്റ്റായിട്ട്. എനിക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തിരിച്ചു കൊടുക്കണം. ഈ പറയുന്നത് ശരിയല്ല, വീഡിയോ എന്ന് ശരിയല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ എന്താ സംഭവിക്കുക? സോഷ്യൽ മീഡിയ മൊത്തം നിർത്തലാക്കണോ? എന്തായാലും ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് തീർത്ത് പറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തന സുഹൃത്തിൻ്റെ ഒരു ചോദ്യമുണ്ടായി. കുയിലിക്ക, നമ്മൾ പലർക്കും പണമിടപാടുകൾ നടത്തി പ്രശ്നമുള്ളിടത്ത് നമ്മൾ ഇടപെട്ടിട്ട് പണം തിരിച്ചു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം തിരിച്ചു കിട്ടാൻ ആരോടാ പറയുക എന്ന് കഷ്ടം തോന്നിപ്പോയിട്ടോ അദ്ദേഹത്തിൻ്റെ അടുക്കൽ. കാരണം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചില ആൾക്കാർ ചെന്നിട്ട് സങ്കടം പറഞ്ഞ് പൈസ മേടിച്ചിട്ട് എത്ര പ്രാവശ്യം ആദ്യം മറുപടി ഇടുമായിരുന്നു, പൈസ ചോദിച്ചാൽ. പിന്നീട് മറുപടി ഇല്ല, ഇതിനെക്കുറിച്ച് ഒരു സംസാരമില്ല. പരിപാടി നടത്തും, ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും, ഗ്രൂപ്പുകളിൽ സജീവമാണ്, ഇതെല്ലാമാണ്. ഇപ്പം നമ്മളൊരു ഗ്രൂപ്പിലൊരു പരിപാടി നടത്തുന്നതിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര സപ്പോർട്ടും ആയിരിക്കും. പക്ഷേ ഈ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് പറയും. ഇങ്ങനെയുള്ളവരാണ്. എന്ത് തന്നെയായാലും പണം മേടിച്ച് കടം കൊടുക്കാത്തത്, അല്ലെങ്കിൽ പകുതി പറയുന്നൊരു കുഴപ്പമില്ല, അതല്ലാണ്ട് ഇങ്ങനെ 1-2 വർഷം കഴിഞ്ഞിട്ടും മറുപടി കൊടുക്കാത്തവരും മെസ്സേജ് തിരിച്ചിടാത്തത് തെറ്റാണ് ചങ്ങാതി. അതിനെക്കുറിച്ചാണ് ബാക്കിയുള്ളവർ വിഷമിക്കുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്കുണ്ടാകും ഇത്തരം സുഹൃത്തുക്കൾ. എനിക്ക് പറയാനുള്ള നിങ്ങളോട്, ഇത്തരം സുഹൃത്തുക്കൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരൊക്കെ പറയണം കേട്ടോ, അദ്ദേഹം ശരിയല്ല, നിങ്ങൾ പൈസ കൊടുക്കരുത് എന്ന് തന്നെ പറയണം. എന്താണ് ഒരു നല്ല സുഹൃത്തിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ മാന്യതയാണത് കേട്ടോ. എന്തായാലും ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. ഇബ്രയിൽ നിന്നും കുയിൽ നിസാർ, ബൈ.